മാർവലിൻ്റെ വാട്ട് ഇഫിൻ്റെ സീസൺ 2 പുറത്തിറങ്ങിയിരുന്നു. അതിൻ്റെ ആദ്യ എപ്പിസോഡ് പുറത്തിറങ്ങിയത്. ഡെയിലി ഓരോ എപ്പിസോഡാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് ആദ്യ എപ്പിസോഡ്. സോ ഫസ്റ്റ് എപ്പിസോഡ് നെബൂള, വാട്ട് ഇഫ് നെബൂള ജോയിൻ ദി നോവാ കോർപ്സ് എന്നായിരുന്നു. സോ സാൻഡാറിലാണ് ഫുള്ളായിട്ട് കഥ നടക്കുന്നത്. താനോസ് ഇല്ലാത്ത അല്ലെങ്കിൽ താനോസിനെ കൊന്നിട്ടുള്ള ഒരു ടൈമിൽ എങ്ങനെയാണ് സാൻഡാറിനെ നെബൂള ഹെൽപ്പ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത്. ആൻഡ് അതിന് മേക്കിംഗ് കിടിലായിട്ടുണ്ട്. വാട്ട് ഇഫിൻ്റെ പഴയ അതേ ക്വാളിറ്റി പോലെ തന്നെ ഇവരുടെ ആ ഒരു തീം തന്നെയാണ് രസം. മേക്കിംഗ് മാത്രമല്ല, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് വെറുതെ കുത്തിക്കയറ്റി കാണിക്കാതെ അതിന് പ്രോപ്പറായിട്ടുള്ള റൈറ്റിംഗ് കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഒക്കെ കൊടുത്ത് അത് മിനിമൽ ടൈമിനുള്ളിലാണ് ഇവർ കാണിക്കുന്നത്. സോ മാർവലിനെ കുറിച്ച് അല്ലെങ്കിൽ മാർവലിൻ്റെ എല്ലാ സാധനങ്ങളും അറിയുന്ന ആൾക്കാർക്കാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നെബൂള ആരാണെന്ന് അറിയാം, സാൻഡർ ആരാണെന്ന് അറിയാം, നോവാ കോർപ്സ് ആരാണെന്ന് അറിയാം, അല്ലെങ്കിൽ താനോസും ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ആരാണെന്ന് അറിയാവുന്ന, ഇപ്പോൾ ഗ്രൂവർ ആരാണെന്ന് അറിയാം. ഗ്രൂവർക്ക് ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. സോ ഇത്തരത്തിൽ ചെറിയ ചെറിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തത്, എന്നാൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഗുഡ്. നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. ആൻഡ് പുതിയ സ്ട്രാറ്റജിയാണ്. ഡെയിലിയാണ് ഒരു എപ്പിസോഡ്, മറ്റേതൊക്കെ വീക്കിലി ആയിരുന്നു 1-2 എപ്പിസോഡുകളൊക്കെ വെച്ചിട്ട്. സോ ഇന്ന് 2ാമത്തെ എപ്പിസോഡ് ഇറങ്ങും, നാളെ 3ാമത്തെ, എന്നിങ്ങനെ 9 എപ്പിസോഡുകളാണ് പുറത്തിറങ്ങുന്നത്. സോ അതിൻ്റെ ആദ്യ എപ്പിസോഡ് നല്ല സ്റ്റാർട്ടാണ്, നല്ല ഗംഭീര സ്റ്റാർട്ട് തന്നെയാണെന്ന് പറയാം വാട്ട് ഇഫിൻ്റെ. ബാക്കിയുള്ള എല്ലാം കൂടി ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ സീസൺ ഫുള്ളായിട്ട് നമുക്ക് എന്താണെന്ന് പറയാം. സോ ഐ തിങ്ക് ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഒരു പക്ഷേ നമ്മളിതിന് മുമ്പ് കണ്ടു, ഈ ഒരു ഫേസ് 4-5 നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇത് മൾട്ടിവേഴ്സ് മാഡ്നസിലൊക്കെ ഈ വാട്ട് ഇഫ് വന്ന് എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ് അതിലേക്ക് വരുന്നതൊക്കെ. സോ അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ആനിമേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വിടാൻ സാധിക്കില്ല. എങ്ങനെ പോയാലും ഈ ഫ്യൂച്ചറായിട്ട് വരുന്ന മാർവൽ സിനിമകളിലൊക്കെ തന്നെ ഇത് എങ്ങനെ പോയാലും ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മാർവലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ദിസ് ഈസ് ഫാർ 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 ബെറ്റർ ദാൻ ദി ഒറിജിനൽ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻസ്. ഈ മിസ് മാർവൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദി മാർവൽസ്, ഷീ ഹൾക്ക്, അങ്ങനത്തെ കുറേ വെട്ടിക്കെട്ട് ചില്ല ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടു നോക്കുക, അതൊക്കെ പോലെ കണ്ടു നോക്കുക. നല്ല പടമാണ്, നല്ല സീരീസാണ്. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. വെറും 20-25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ ഓരോ എപ്പിസോഡും നിങ്ങൾ തന്നെ ആയിരിക്കും. സോ എല്ലാം കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് വരാം. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.